നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ശബ്ദരേഖാ വിവാദത്തിൽ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനെതിരെ പാർട്ടി നടപടി. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ദേശീയപാത മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി വ്യാഴാഴ്ച. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണം. ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുക ഒരു ദിവസം 500 പേർക്ക്. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വേങ്ങാമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. ശബ്ദരേഖാ വിവാദത്തിൽ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനെതിരെ പാർട്ടി നടപടി. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാൻ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായതായാണ് വിവരം. നടപടികളുടെ ഭാഗമായി ശരത് പ്രസാദിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് ശരത് പ്രസാദ്. തൃശൂരിലെ മുതിർന്ന നേതാക്കളായ MK കണ്ണൻ, AC മൊയ്തീൻ എന്നിവർക്കെതിരെ സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ശരത് പ്രസാദിന്റെ ശബ്ദരേഖ പുറത്തുവന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പാലിയേക്കര ടോൾ പിരിവ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം വ്യാഴാഴ്ച വരാനിരിക്കെ സുരക്ഷാ ഭീഷണിയിൽ ദേശീയപാതയിലെ മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണ പ്രദേശം. തിങ്കളാഴ്ച പുലർച്ചെ മണ്ണിടിഞ്ഞ് സർവീസ് റോഡ് തകർന്ന ഭാഗത്ത് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇവിടെ പൂർണ്ണമായ സുരക്ഷ ഒരുക്കാനായിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ അടിത്തറയ്ക്കായി കുഴിച്ച ഭാഗത്താണ് 20 മീറ്റർ നീളത്തിൽ മണ്ണിടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് ഇടിഞ്ഞു പോവുകയായിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തിങ്കളാഴ്ച കേസ് പരിഗണിച്ച ഹൈക്കോടതി ടോൾ പിരിവ് നിരോധനം വ്യാഴാഴ്ച വരെ തുടരാൻ ഉത്തരവിട്ടത്. ഇതിനിടയിൽ മണ്ണിടിഞ്ഞ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും 300ഓളം മീറ്റർ നീളത്തിൽ ഭീഷണി നിലനിൽക്കുന്നു. മഴ തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതിനിടെ ഗതാഗത സ്തംഭനം തുടരുകയും ചെയ്യുന്നു. എറണാകുളം തൃശൂർ റൂട്ടിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. അന്നു മുതൽ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥയെ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അടിപ്പാതകളുടെ പണി നടക്കുന്നത് മൂലമുള്ള ഗതാഗതക്കുരുക്ക് മൂലം പന്നിയങ്കര ടോൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ വാഹനങ്ങളുടെ നിര പുതുക്കാട് സെന്റർ വരെ നീണ്ടു. അരമണിക്കൂറിലേറെയാണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കൂടുതൽ സമയമെടുത്തു. അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി കാനകോരുന്ന പ്രവൃത്തികൾ ആരംഭിച്ചതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. 3 വരി പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ഇതിനിടെ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ആക്ഷേപവുമുണ്ട്. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചിട്ട് 50 ദിവസം പിന്നിട്ടിട്ടും സുഗമമായ യാത്രാ സൗകര്യമൊരുക്കാൻ ദേശീയപാത അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന ആരോപണവുമുണ്ട്. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചാരണത്തിൽ ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മി എന്നിവർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കടമ്പകളേറെ കടന്ന് 3 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതീക്ഷകളുമേറെ. മൃഗങ്ങളെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
ഈ രീതിയിലുള്ള ഏഷ്യയിലെ തന്നെ മികച്ച മൃഗശാലയാണ് പുത്തൂരിൽ ഒരുങ്ങിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ലഭ്യമായ സംസ്ഥാന ബജറ്റ് വിഹിതത്തിന് പുറമെ കിഫ്ബിയിൽ നിന്ന് 331 കോടി രൂപയും ഉപയോഗിച്ചാണ് പാർക്ക് പൂർത്തിയായത്. പുത്തൂർ പഞ്ചായത്തിലെ കുരിശുമൂലിയിൽ വനം വകുപ്പിന്റെ 336 ഏക്കർ റിസർവ് വനമേഖലയാണ് പാർക്കിന് ഉപയോഗിച്ചത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ വീഡിയോയിൽ കാണാൻ കഴിയുന്ന ഹോളോഗ്രാം വെർച്വൽ പാർക്കിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും. ഒക്ടോബർ 28-ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കും. ഇമെയിൽ രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഇത്. ആദ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിഗണന. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ആദ്യ 2 മാസം മുൻഗണനയുണ്ട്. ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനും മറ്റും ജീവനക്കാർക്ക് പരിശീലനം നൽകും. തുടക്കത്തിൽ 500 പേരെ വീതമാണ് അനുവദിക്കുക. അടുത്ത ദിവസങ്ങളിൽ എണ്ണം ഇരട്ടിയാക്കും. KSRTCയുടെ ഇലക്ട്രിക് ബസ് സേവനം സന്ദർശകർക്ക് ലഭിക്കും. ജനുവരി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഓരോ ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തെരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം. താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. 16 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിടയാക്കിയ സംഭവത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയായ 61കാരനെ 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇല്ലത്തയിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2004-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതി താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും വധഭീഷണി മുഴക്കിയെന്നുമാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ്, KN അശ്വതി എന്നിവർ കോടതിയിൽ ഹാജരായി. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 ഫെബ്രുവരി 17 മുതൽ പരീക്ഷകൾ ആരംഭിക്കും. ഏപ്രിൽ 9 വരെ 12ാം ക്ലാസ് പരീക്ഷ നടക്കും. 10ാം ക്ലാസ് പരീക്ഷ 2 തവണയായി നടക്കും. ആദ്യ പരീക്ഷ ഫെബ്രുവരി 17 മുതൽ മാർച്ച് 9 വരെയും 2ാം പരീക്ഷ മെയ് 15 മുതൽ ജൂൺ 1 വരെയും നടക്കും. 2ാം പരീക്ഷ ആവശ്യമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. തൃശൂർ നഗരത്തിലെ സ്വർണ്ണാഭരണ കടകളിൽ നിന്ന് 1 വർഷം മുൻപ് 2 കിലോഗ്രാമിലധികം സ്വർണം തട്ടിയ കേസിൽ മുഖ്യപ്രതി പോലീസ് പിടിയിലായി. കടുപ്പശ്ശേരി സ്വദേശി കോക്കാട്ടിൽ വീട്ടിൽ ആൻഡോയെ ആണ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2024 മാർച്ച് 20-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിലും പുത്തൻപള്ളിക്ക് സമീപവും ഉള്ള 2 സ്വർണ്ണക്കടകളിൽ നിന്നായി 2 കിലോഗ്രാമിലധികം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തങ്കക്കട്ടികളായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. കേസിലെ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ 1ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷൻ ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ടുള്ള 360 KLD STP പ്ലാന്റിന് ലഭിച്ചു. 100 മുതൽ 250 കിടക്കകൾ ഉള്ള ആശുപത്രികളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് തൃശൂർ കോർപ്പറേഷൻ നേട്ടം കൈവരിച്ചത്. കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിലെ മലിനജലം പൈപ്പ് വഴി 360 KLD STP പ്ലാന്റിലെത്തിച്ച് ട്രീറ്റ് ചെയ്ത് ആശുപത്രിയിലെ തന്നെ ശുചിമുറിയിലെ ഫ്ലഷുകളിലേക്കും ഗാർഡനിങ്ങിനും പുനരുപയോഗം നടത്തുന്നതാണ് പദ്ധതി. മണ്ണുത്തി ഇലഞ്ഞിക്കുളം പാടശേഖരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിലാക്കി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്താണ് 10ഓളം ചാക്കുകളിലായി പുകയില ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്.
പോലീസ് പരിശോധന കണ്ട് പാടത്തുപേക്ഷിച്ചതാകാം എന്നാണ് കരുതുന്നത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ആഡംബര കാറുകൾ വാങ്ങിയ സംഭവത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ്. എന്നാൽ നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. വാഹനങ്ങളുടെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പാലിയക്കരയിലെ കാർ സർവീസ് സെന്ററിൽ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ സിനിമാ നടന്മാരുടേതടക്കം 37 വാഹനങ്ങൾ പിടിച്ചെടുത്തു. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിൽ ഇറങ്ങി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. അമ്പലപ്പാറയിൽ റോഡിലേക്ക് മരം മറിച്ചിട്ടാണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. KSRTC സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 50ഓളം വാഹനങ്ങളാണ് ഇത്രയും സമയം നിശ്ചലമായി കിടന്നത്. ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. ഏതാനും ദിവസം മുൻപ് ഷോളയാറിലും ഇത്തരത്തിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 7 വള്ളങ്ങൾ പിടികൂടി. ഫിഷറീസ്, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിലാണ് വള്ളങ്ങൾ പിടികൂടിയത്. ചെറുമത്സ്യങ്ങൾ പിടിച്ചതിനും പെയർ ട്രോളിംഗ് നടത്തിയതിനുമാണ് നടപടി. നിയമാനുസൃതം കളർ കോഡിംഗ് ഇല്ലാതെയാണ് വള്ളങ്ങൾ കടലിൽ ഇറങ്ങിയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങൾ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. വരും ദിവസങ്ങളിൽ മിന്നൽ പരിശോധനകൾ തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. കാണിപ്പയ്യൂരിൽ മദ്യലഹരിയിൽ ഓടിച്ച കാർ ഇടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിർദിശയിൽ വന്നിരുന്ന കാറിൽ ഇടിച്ചത്. കേച്ചേരി സ്വദേശി സുരേഷാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ കാറിൽ നിന്ന് വിദേശ മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെടുത്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവർ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു. ദേശീയപാത കയ്പമംഗലം 3 പീടികയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. 3 പീടിക സെന്ററിൽ സലാല മൊബൈൽ ഷോപ്പിന് മുന്നിലാണ് അപകടമുണ്ടായത്. എറണാകുളം ഭാഗത്തുനിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുഭാഗത്തെ ടയറാണ് ഊരി വീണത്. പെട്ടെന്ന് തന്നെ വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. മുളങ്ങുന്നത്തുകാവ് ESI ആശുപത്രിയിലെ ഓഫീസ് മുറിയുടെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് അടർന്നു വീണു. ജീവനക്കാരിയുടെ കാലിൽ നിസാര പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. ഓഫീസ് മുറിയിലെ പകുതി ഭാഗത്തെ സീലിംഗിലെ പ്ലാസ്റ്ററിംഗ് നേരത്തെ പലതവണയായി അടർന്നു വീഴുകയും അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളതുമാണ്. 10ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഓഫീസാണ് ഇത്.
പേരാമംഗലത്ത് ഫ്ളാറ്റിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. കൈപ്പറമ്പ് സ്വദേശി മാർട്ടിനായാണ് അന്വേഷണം തുടരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റിൽ ഒപ്പം താമസിച്ചിരുന്ന മുളങ്കുത്തുകാവ് സ്വദേശിനിയായ യുവതിയെ മാർട്ടിൻ ആക്രമിച്ചത്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിലും മാർട്ടിൻ പ്രതിയാണ്. ബഹിരാകാശത്തെ പള്ളിക്കൂട മുറ്റത്തെത്തിച്ച് ISROയുടെ സഞ്ചരിക്കുന്ന ബഹിരാകാശ വിജ്ഞാന ലോകം. മംഗൾയാനെയും ചന്ദ്രയാനെയും കണ്ടറിഞ്ഞ് വിദ്യാർത്ഥിക്കൂട്ടം. ബഹിരാകാശ ഗവേഷണ രംഗത്തിന്ത്യയുടെ അഭിമാനമായ ISROയെക്കുറിച്ചും ആർജിച്ച നേട്ടങ്ങളെക്കുറിച്ചും നിമിഷനേരം കൊണ്ട് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്കൊരവസരം. അതാണ് ISROയുടെ സഞ്ചരിക്കുന്ന ബഹിരാകാശം അഥവാ സ്പേസ് ഓഫ് വീൽസ്. ഒറ്റനോട്ടത്തിൽ ഒരു ടൂറിസ്റ്റ് ബസ്സാണെന്ന് തോന്നിക്കുമെങ്കിലും ഇവ നിറയെ വിജ്ഞാനമാണ്. ISRO നടത്തിയ ബഹിരാകാശ ഗവേഷണ നേട്ടങ്ങളും വിക്ഷേപണങ്ങളും അവയ്ക്കുപയോഗിക്കുന്ന റോക്കറ്റും അവയുടെ പ്രധാന ഭാഗങ്ങളുമെല്ലാം ചെറുമാതൃകകളായും അല്ലാതെയും ഇതിലുണ്ട്. സൗരയൂഥത്തിൽ തുടങ്ങി ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമായ മംഗൾയാനും ചന്ദ്രദൗത്യ പേടകമായ ചന്ദ്രയാനുമെല്ലാം കുഞ്ഞൻ മാതൃകകളായി കുട്ടികൾക്ക് മുന്നിൽ കൗതുകത്തിനൊപ്പം വിജ്ഞാനവും പകരുന്ന കാഴ്ചകളായി. ഇങ്ങനെ കലാലയമുറ്റത്തെത്തിയ കൗതുക വണ്ടിയെ ആശ്ചര്യപൂർവ്വം കണ്ടാസ്വദിക്കുകയായിരുന്നു തൃശൂരിലെ കുഞ്ഞു ക്ലാസ്സിലെ കുരുന്നുകൂട്ടങ്ങൾ. നാസ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് ആപ്സ് ചലഞ്ചിന്റെ ഭാഗമായി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് ISROയുടെ ബഹിരാകാശ വിജ്ഞാന വാഹനത്തെ തൃശൂരിലെത്തിച്ചത്. വാഹനം സന്ദർശിക്കുന്ന കുട്ടിക്കൂട്ടുകാർക്ക് കണ്ടറിവിനൊപ്പം പ്രദർശന വസ്തുക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കോളേജിലെ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. ഇതിന് നേതൃത്വം നൽകി അധ്യാപകരും ഒപ്പമുണ്ട്. ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ച വിജ്ഞാന പ്രദർശന സഞ്ചാരം സാംസ്കാരിക നഗരിയിലെത്തി. സെന്റ് മേരീസ് ലൂർദ് സ്കൂളിലെ പ്രദർശനത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളാണ് എത്തിയത്. വ്യാഴാഴ്ച സേക്രഡ് ഹാർട്ട് സ്കൂളിലെത്തി വിജ്ഞാന വണ്ടിയുടെ ബഹിരാകാശ പ്രദർശന ദൗത്യവും പര്യവസാനിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ആനുവൽ സ്പേസ് ഹാക്കത്തോണിന്റെ ഭാഗമായുള്ള നാസയുടെ സ്പേസ് ആപ്സ് ചലഞ്ച് ഒക്ടോബർ 4-5 തീയതികളിലായി ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. TCV തൃശൂർ. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. തയ്യൂർ പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 35 കോഴികളെയാണ് കടിച്ചുകൊന്നത്. അൻസാറും കുടുംബവും പുറത്തു പോയിരുന്ന സമയത്താണ് തെരുവുനായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ KSRTCക്ക് താൽക്കാലിക ബസ് സ്റ്റാൻഡ് അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. KSRTC സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം നടക്കുന്നത്. ശക്തൻ സ്റ്റാൻഡിൽ ഇപ്പോൾ തന്നെ മുഴുവൻ സ്വകാര്യ ബസ്സുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായി പ്രസിഡന്റ് MS പ്രേംകുമാർ, ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ എന്നിവർ അറിയിച്ചു. വിശാലമായ ആധുനിക സൗകര്യങ്ങളുമായി കുഴൂർ പഞ്ചായത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രം ഒരുക്കി. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 10,591 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് MCFനായി നിർമ്മിച്ചിട്ടുള്ളത്. ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്നതിനും തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനും സൗകര്യമുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കൾ ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ച് ഒതുക്കി സൂക്ഷിക്കാനും കഴിയും. പഞ്ചായത്തിലെ 14 വാർഡുകളിലേക്കായി 23 ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത്. ഇവർക്ക് കുറഞ്ഞത് 10,000 രൂപയുടെ വരുമാനമാണുള്ളത്. ചില സ്ഥലങ്ങളിൽ MCF ഒരുക്കിയിട്ടുള്ളത് സൗകര്യങ്ങളില്ലാതെയാണെന്ന പരാതികൾ ഉണ്ടായതിനാൽ കുഴൂരിൽ കൂടുതൽ ശ്രദ്ധയോടെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള പണി തീർത്തിട്ടുള്ളത്. 90 ലക്ഷം രൂപയോളാണ് നമ്മൾ MCFന്റെ കാര്യങ്ങൾക്ക് പഞ്ചായത്തിന്റെ ശുദ്ധീകരണ ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുമാതിരി തന്നെ വാഹനം 2 പിന്നെ നമുക്ക് മുകളിലും അപ്പുറത്തും മുകളിൽ ഷീറ്റ് ഇട്ടെടുത്ത് ടൈലൊക്കെ ഇട്ട് നല്ല സൗകര്യമായിട്ട് വൃത്തിയായിട്ട് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ ജോലി ചെയ്യാൻ മാത്രമല്ല വിശ്രമിക്കാനും വിശാലമായ ഇടമാണ് കുഴൂരിലെ MCFിലുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കിയ MCF അടുത്ത ദിവസം ഔദ്യോഗികമായി തുറന്നുകൊടുക്കും. TCV മാള. CPI നേതാവ് ഷീല വിജയകുമാറിനെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗമായി നിയമിച്ചു. നേരത്തെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന 12ഉം 7ഉം വയസ്സുള്ള സഹോദരങ്ങൾ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ശസ്ത്രക്രിയയ്ക്കായാണ്
കുടുംബം സഹായം തേടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടത്തിയ പരിശോധനയിലുമാണ് ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഒരാൾക്ക് 60 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കായി 1,20 ലക്ഷം രൂപ വേണ്ടിവരും. ഇനിയിപ്പോൾ മജ്ജ മാറ്റിവെക്കൽ മാത്രമേ ഏക പോംവഴിയുള്ളൂ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. കുട്ടിയുടെ കിഡ്നി, ലിവർ ഒക്കെ അസുഖം ബാധിച്ചു. ഇനി നമ്മൾ ചികിത്സ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. മകന് അതുപോലെ 2-3 വർഷമായി അവന് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അവനും ഭാവിയിൽ മോളെ പോലെ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനും മജ്ജ മാറ്റി വയ്ക്കണം. മോളുടെ അവസ്ഥ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ചെയ്യണം. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക. അസുഖത്തെ തുടർന്ന് 1 വർഷമായി സ്കൂളിൽ പോകുന്നില്ല. മരത്തങ്കോട് MGLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ്. 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവനികയ്ക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ശരീരത്തിന്റെ വളർച്ച നിലയ്ക്കുകയും കൈകാലുകൾ ശോഷിച്ച് വയർവീർത്ത് നിൽക്കുന്ന അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. അസഹ്യമായ വേദനയും അനുഭവിക്കുന്നുണ്ട്. പ്രതിരോധശേഷി കുറവായതിനാൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മാസത്തിൽ 1 ഇഞ്ചക്ഷനും എടുക്കണം. രോഗം ആന്തരികാവയവങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ആയുഷിന്റെയും അവസ്ഥ സമാനമാണ്. രണ്ടുപേരുടെയും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും വരുന്ന ഭീമമായ തുക കണ്ടെത്താൻ വെൽഡിംഗ് തൊഴിലാളിയായ മനോജിന് കഴിയാത്ത സാഹചര്യമാണ്. ഇവരെ സഹായിക്കുന്നതിനായി കുന്നംകുളം MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി 60 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. അങ്ങനെ 1,20 ലക്ഷം രൂപ 2 കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവനികയ്ക്കാണ് ഏറ്റവും ആദ്യം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ധനസമാഹരണത്തിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്ന സഹായങ്ങൾ അക്കൗണ്ട് വഴി നൽകാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക, 7 വയസ്സുള്ള ആയുഷ് എന്നിവരുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വരവൂർ ശങ്കരത്ത് വേണുഗോപാൽ 50,000 രൂപ സഹായം നൽകി. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വേണുഗോപാൽ സഹായവുമായി എത്തിയത്. ചികിത്സാ സഹായ സമിതി കൺവീനർ A. സജിയുടെ സാന്നിധ്യത്തിൽ കുട്ടികളുടെ മാതാവ് സുധ ഫണ്ട് ഏറ്റുവാങ്ങി. നേരിൽ വന്ന് കണ്ടിട്ട് എന്താണ് വിവരങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാന ഇത്. നമ്മുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ, അതായത് പാവപ്പെട്ട കുടുംബങ്ങളിൽ ഗുരുതരമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്താ സഹായം ചെയ്യാൻ പറ്റുക നോക്കുക. അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഞാൻ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഫിനാൻസ് എല്ലാം തരുന്നത് എൻ്റെ മകൻ മധുമേനോനാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷം ഉണ്ടാവും നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് ആ കുട്ടികളുടെ അസുഖമൊക്കെ മാറ്റി തന്നാൽ നമുക്ക് കൂടുതൽ സന്തോഷം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. യുവാവിനെ കാണാതായതായി പരാതി. മണ്ണുത്തി സ്വദേശി താനാട്ടുമഠം ആനന്ദ് മകൻ അരുണിനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇന്ന് വൈകിട്ട് 5 മണി മുതൽ കാണാതായത്. ഇയാളെ കണ്ടുകിട്ടുന്നവർ 8113 8389 48 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഗുരുവായൂരിൽ മത്സ്യവിൽപ്പനക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. തിരുവത്ര പുത്തൻ കടപ്പുറം പണിക്ക് വീട്ടിൽ മനാഫാണ് മരിച്ചത്. ബൈക്കിൽ മത്സ്യവിൽപ്പനയ്ക്കായി ബ്രഹ്മകുളം മേഖലയിൽ എത്തിയതായിരുന്നു. കീയരമുക്കിൽ കുഴഞ്ഞു വീണ ഇയാളെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ഇനി വാണിജ്യം. ബുധനാഴ്ച നറുക്കെടുത്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് ലഭിച്ചു. യദുകൃഷ്ണ ലോട്ടറീസിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടന ദിവസം തന്നെയാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. ബുധനാഴ്ചത്തെ ധനലക്ഷ്മി ലോട്ടറിയുടെ DC 389960 എന്ന നമ്പറിലാണ് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചത്. തൃശൂർ കൊക്കാലയിൽ ചായക്കടയോടൊപ്പം ലോട്ടറി കച്ചവടം നടത്തുന്ന വടൂക്കര സ്വദേശി ലത്തീഫ് ശ്രീ യദുകൃഷ്ണ ലോട്ടറീസിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയ ടിക്കറ്റിനാണ് സമ്മാനം. ബിനി ഹെറിറ്റേജിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച 3ാമത് ശാഖയുടെ ഉദ്ഘാടന ദിവസം തന്നെയാണ് ഒന്നാം സമ്മാനം തേടിയെത്തിയത്. ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് ഉടമ വലപ്പാട് കരയാമുട്ടം സ്വദേശി രാജേഷിന്റെ മാതാപിതാക്കളായ ലോഹിതാക്ഷനും അംബികയും ചേർന്ന് നിലവിളക്ക് കൊളുത്തി 3ാമത് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പോസ്റ്റ് ഓഫീസ് റോഡിലും ദിവാൻജി മൂലയിലും ശ്രീ യദുകൃഷ്ണ ലോട്ടറീസ് പ്രവർത്തിച്ചു വരുന്നു. 14 ജില്ലകളിൽ നിന്നുള്ള ലോട്ടറി ടിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. 1 മാസത്തിനുള്ളിൽ യദുകൃഷ്ണ ലോട്ടറീസിൽ വിറ്റ ടിക്കറ്റിന് ഇത് 2ാം തവണയാണ് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ സമ്മാനം ലഭിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള തിരുവോണം ബമ്പറിന്റെ ടിക്കറ്റ് വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. ഹോൾസെയിലായി ടിക്കറ്റ് ലഭിക്കാൻ ബന്ധപ്പെടേണ്ട നമ്പർ 048724208889. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ശബ്ദരേഖാ വിവാദത്തിൽ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനെതിരെ പാർട്ടി നടപടി. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ദേശീയപാത മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും ഗതാഗത കുരുക്ക് രൂക്ഷം. പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി വ്യാഴാഴ്ച. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. CPM നേതാവ് KJ ഷൈനെതിരെയുള്ള അപവാദ പ്രചരണം. ചാവക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ KV സത്താറിനെതിരെ പോലീസ് കേസെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുക 1 ദിവസം 500 പേർക്ക്. 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ വയോധികന് 63 വർഷം കഠിന തടവും 3,15,000 രൂപ പിഴയും ശിക്ഷ. വെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.